പിന്നെ ഈ കോൺഗ്രസിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ സണ്ണി ജോസഫിന്റെ വരവൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസ് മാറാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. ഇതിനിടയ്ക്ക് സുധാകരനും കെ എസ് യുവൊക്കെ രണ്ട് തട്ടിൽ കിടന്ന് ബഹളവും വഴക്കുകളും ഒക്കെ കൂട്ടുന്നുണ്ട്. ഒരു ഭാഗത്ത് സതീശനും ഉണ്ട്. എന്താണ് കോൺഗ്രസിൽ അടിമുടി മാറ്റം വന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അഴിച്ചുപണി എന്ന് പറയുമ്പോഴത്തേക്ക് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കോൺഗ്രസ്. കാരണം സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വയലാർ രവിയെ കാണാൻ പോയപ്പോൾ വയലാർ രവി ഞെട്ടി നോക്കുകയാണ് ഇത് ആരാണെന്ന്. കാരണം കെ മുരളീധരൻ പറഞ്ഞതുപോലെ അത്യാവശ്യം ഒരു പോസ്റ്റർ കാണിച്ച പടം കാണിച്ച ഇത് ആരാന്ന് അറിയുന്ന ഒരാളെങ്കിലും KPCC പ്രസിഡന്റ് ആക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്നലത്തെ ആ വയലാർ രവിയുടെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. കാരണം അദ്ദേഹത്തെ ആദ്യമായി ഇതായതിനു ശേഷം കാണാനായിട്ട് പോവുകയാണ്. വയലാർ രവി അത്ഭുതത്തോടെ നോക്കുകയാണ് ഇത് ആരാണ് എന്ന രീതിയിൽ. അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞുവെങ്കിൽ പോലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതായത് ഒരുപാട് മാറ്റങ്ങൾക്ക് കോൺഗ്രസ് കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ഡിസംബറിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതിനുള്ള മുഖം മാറ്റം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇതിപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരനെ മാറ്റിക്കൊണ്ട് ഒരു ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ കൊണ്ടുവന്ന് കോൺഗ്രസിൽ നിന്നും ഊർന്നു പോയ വോട്ടുകൾ സമാഹരിക്കുക. അതായത് ക്രിസ്ത്യൻ വിഭാഗം കൂടുതലായി BJPയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു മാറ്റമാണ്. പക്ഷേ ഇതിൽ മാറ്റം എന്ന് പറയുന്നത് ഇതിപ്പോൾ VD സതീശനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും നിലവിലെ അവസ്ഥയിൽ സുധാകരൻ ഇരുന്നാൽ ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സുധാകരൻ ബലം പിടിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ മാറ്റി ഒരു ദുർബലനായ KPCC പ്രസിഡന്റിനെ കൊണ്ടുവയ്ക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ ഒരു വർഷം ഇദ്ദേഹം ഇരുന്നാലും ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ബഹളം ഉണ്ടാക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അദ്ദേഹം ഇപ്പോൾ അധികാരം ഏറ്റെടുത്തതേ ഉള്ളൊരു 3-4 മാസം കഴിഞ്ഞാലേ അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു നേതൃഗുണമുള്ള ആളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള സമയം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും തലപ്പത്ത് വരുത്തിയ മാറ്റത്തിനൊത്ത ടീമിനെ സംഘടനാ തലത്തിലും ജില്ലാ തലത്തിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയോഗിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. എപ്പോഴും ഈ അവരുടെ അഴിച്ചുപണി അല്ലെങ്കിൽ സംഘടന ഇത് പൂർത്തിയാക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡൽഹിയിലെ AICC നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിൽ ഇത് പൂർത്തിയാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സജീവ ചർച്ചയായത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, നേതാക്കളായ രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, MM ഹസൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ പുതിയ നേതൃത്വത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ KPCC ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയോഗിക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന. 3 മാസത്തിനുള്ളിൽ പുതിയ മുഖം സ്വീകരിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. ഇതിനൊപ്പം തൃശ്ശൂർ ഒഴികെയുള്ള DCCകളിൽ പുതിയ നേതൃത്വം എത്തുമെന്നാണ് സൂചന. എല്ലാ DCC പ്രസിഡന്റുമാരും മാറും. തൃശ്ശൂരിൽ ഫെബ്രുവരിയിലാണ് DCC പ്രസിഡന്റിനെ നിയമിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്ക് താഴെത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനം ഒരുക്കുക എന്നതാണ് പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കുമുള്ള ആദ്യ വെല്ലുവിളി. 7 മാസത്തിനുള്ളിൽ വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും മണ്ഡലം കമ്മിറ്റികളിൽ ഭാരവാഹികളെ കണ്ടെത്തുകയും വേണം. എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനയെ സജ്ജമാക്കുന്നതിനൊപ്പം മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞാൽ അത് നേതൃത്വത്തിന് വലിയ ഒരു ക്രെഡിറ്റായി മാറും. അതിനുശേഷം പിന്നാലെ എത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇതുകൂടിയാവും അത്. 2026 അല്ല 2025 പ്രാഥമിക പരിഗണനയെന്ന് ചുമതലയേറ്റപ്പോൾ മുതൽ സണ്ണി ജോസഫ് പറയുന്നത് ഇത് മുന്നിൽ കണ്ടാണ്. കേരളത്തിലെ LDF സർക്കാരിനെതിരായ ജനവികാരം പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി പുതിയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. KPCC നേതൃമാറ്റത്തെ ചൊല്ലി ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ പാർട്ടി പുനഃസംഘടിപ്പിക്കുക എന്ന കടമ്പയാണ് സണ്ണി ജോസഫിനും ടീമിനും മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതെല്ലാം തീർക്കണം. ഓരോ തലത്തിലുമുള്ള സംഘടനാ തലത്തിലുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുപ്പ് അതെല്ലാം പൂർത്തിയാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത. പക്ഷേ ഈ പറഞ്ഞതുപോലെ സുധാകരൻ ഒരു സൈഡിൽ കൂടെ സുധാകരൻ ഭയങ്കരമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. സുധാകരൻ പറയുന്നത് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, എനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് പറയാതെ പറയുന്നുണ്ട് സുധാകരൻ. VD സതീശൻ ഒരറ്റത്ത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തുന്നിയിരിക്കുകയാണ്. മറ്റൊരാൾ KC വേണുഗോപാലാണ്. അദ്ദേഹം വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നേരിട്ട് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയാകാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. വളരെ കാലമായി ഈ മുഖ്യമന്ത്രിയുടെ ഉടുപ്പ് തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന മറ്റൊരാളുണ്ട്, രമേശ് ചെന്നിത്തല. അദ്ദേഹം ഒരു 27ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. അദ്ദേഹം അന്ന് മുതൽ സ്വപ്നം കാണുന്നതാണ് ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കണം. പക്ഷേ എന്തോ കഴിഞ്ഞ തവണ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും അദ്ദേഹത്തിന് ആ മോഹം പൂവണിയാതെ പോവുകയും അവസാനം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും നഷ്ടപ്പെട്ട് ഇപ്പോൾ വെറും ഒരു MLA ആയി
ഇരിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല. അത്തരത്തിൽ എല്ലാ വിധത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ടുള്ള അടിയാണ്. അതിൻ്റെ ഒരറ്റത്ത് ലീഗ് പോലും മുഖ്യമന്ത്രി ഒരു കാലത്ത് CH മുഹമ്മദ് കോയയൊക്കെ ലീഗിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാലി സാഹിബും ഇത്തരത്തിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രിയെങ്കിലും ആകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഇനി മൂന്നാമതും 3.0 എന്ന രീതിയിൽ മൂന്നാമതും പിണറായി അധികാരത്തിൽ വരുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. സണ്ണി ജോസഫ് അധികാരമേറ്റ ഉടൻ പറഞ്ഞത് 100 സീറ്റ് നേടി UDF അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന്. അതിന് ഈ കേരളത്തിലെ മാത്രമാണോ ആ സീറ്റുകളല്ലാതെ തമിഴ്നാട്ടിലേക്കും കൂടെ ചേർത്താണ് 100 എന്ന് പറയുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അത്തരത്തിൽ 100 സീറ്റുകൾ ഒരു കാരണവശാലും UDFനെ സംബന്ധിച്ച് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ളതുപോലെ കുറച്ച് സീറ്റ് അധികം നേടാമെന്നതിനപ്പുറം വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പിണറായി സർക്കാരിന് ചെയ്യാൻ പോകുന്നത്, അവർ ഇനിയിപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെൻഷൻ അങ്ങ് കൂട്ടും. 2000 രൂപ പെൻഷനാക്കും. ഇപ്പോൾ 1600 രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് 2000 രൂപയാക്കി മാറ്റും. ഈ 2000 രൂപ ഒരു 5 മാസത്തെ ഒരുമിച്ച് ഒരു 10000 രൂപ കൊണ്ടുവന്ന് സ്ത്രീകളെയും എല്ലാം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വീണ്ടും പിണറായി സർക്കാർ വരാൻ വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം നൽകാൻ പോകുന്നത്, സ്ത്രീകൾ തൊഴിൽ രഹിതരായ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് 2000 രൂപ പെൻഷൻ എല്ലാ മാസവും. അത് ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ അത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളടക്കമുള്ളവരുടെ വോട്ട് നേടി മൂന്നാമതും LDFന് അധികാരത്തിൽ വരാം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ നേതൃമാറ്റവും സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നതും സുധാകരൻ്റെ എതിർപ്പും KC വേണുഗോപാലിൻ്റെ എതിർപ്പും എല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു യുവ നേതാക്കളെ സണ്ണി ജോസഫിന് കിട്ടി. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ക്രെഡിറ്റ് കൂടിയാണ്. കാരണം KPCC ഭാരവാഹികളായിട്ട് ഇപ്പോൾ അനിൽകുമാറും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും UDF കൺവീനറായി അടൂർ പ്രകാശുമൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുവ നേതൃത്വത്തെ കിട്ടി. ഇപ്പോൾ M.M. ഹസനെ പോലെയുള്ളവരെയൊക്കെ മാറ്റിക്കൊണ്ടാണ് അടൂർ പ്രകാശിനെയൊക്കെ കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഈ യുവ നേതൃത്വത്തെ ഉപയോഗിച്ച് സണ്ണി ജോസഫിന് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിയും. അതാണ് സുധാകരനും പറഞ്ഞത്, എനിക്ക് ഇവരെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തേനെ എന്ന് പറഞ്ഞു. പക്ഷേ സുധാകരൻ അത് ആവശ്യപ്പെടാമായിരുന്നല്ലോ, ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ നല്ല കുറച്ച് കൂടെ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ കൂടെ തങ്ങളോടൊപ്പം നന്നായി പ്രവർത്തിക്കാൻ പറ്റിയ ചെറുപ്പക്കാരെ ഇപ്പോൾ ഭാരവാഹികളായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നന്നായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം 2 തവണ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി സർക്കാരിനെതിരെ ശക്തമായ ജനരോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെയും വിഷയത്തിലും അതോടൊപ്പം തന്നെ ഈ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിലും പെൻഷൻ മുടങ്ങുന്നതിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയൊരു എതിർപ്പ് ജനങ്ങൾക്കിടയിലുണ്ട്. സ്വാഭാവികമായി അത് വോട്ടാക്കി മാറ്റാൻ UDFന് കഴിയും. BJP ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജയിക്കുന്നവർ വോട്ട് ചെയ്യുക എന്നൊരു പതിവ് രീതിയാണ് എപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP ഒരുപക്ഷെ ചില മണ്ഡലങ്ങളിലൊക്കെ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ BJPക്ക് വോട്ട് കൊടുത്താൽ അവർ ജയിക്കുന്നില്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അത് UDFന് ഗുണം ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. 18ഓളം സീറ്റുകളിൽ UDF ജയിച്ചു. ഒരു സീറ്റിൽ LDF ജയിച്ചു, രാധാകൃഷ്ണൻ ജയിച്ചു. ഒരു സീറ്റിൽ സുരേഷ് ഗോപിയും ജയിച്ചു. അപ്പോൾ UDFന് ശക്തമായ ഒരു അടിത്തറയുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പിണറായി സർക്കാരിനോടുള്ള ഒരു വിരോധം, ജനരോഷം, ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ ഉണ്ട്. സ്വാഭാവികമായി അത് വോട്ടാക്കി മാറ്റാൻ UDFനെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ സണ്ണി ജോസഫ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു ഭാവി. നമുക്കറിയാം, പലപ്പോഴും പല നേതാക്കളും ആദ്യം വരുമ്പോൾ നമുക്ക് ഇയാൾ ആരാ എന്ന് ചോദിക്കുമെങ്കിലും പിന്നീട് അവർ പ്രവർത്തനങ്ങളിലൂടെ അവർ വലിയ ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇയാളെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കഴിവ് തെളിയിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുത്തത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളപ്പോഴാണ്. വേറൊരു ആഭ്യന്തരമന്ത്രിയാണ് ഒരുപക്ഷെ അത്രയും ഒരു ആർജവത്തോടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ അളക്കാൻ ഒരു 3-4 മാസം വേണ്ടി വരും. അതുകൊണ്ട് ഈ സണ്ണി ജോസഫിനെ പലരും ദുർബലനാണ്, ഇയാളെ ആരും തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറയുന്നെങ്കിലും
ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പള്ളി രാമചന്ദ്രനും ആദ്യം വന്നപ്പം ഇയാളെയാണോ പ്രസിഡന്റ് ആക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹവും ചില കാര്യങ്ങളിലെടുത്ത തീരുമാനങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു. അതുപോലെ VM സുധീരനാണെങ്കിലും VM സുധീരനാണ് ബാറുകളൊക്കെ പൂട്ടിയതും. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു സണ്ണി ജോസഫിനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു 3-4 മാസങ്ങൾ വേണ്ടിവരും. അത് കഴിയുമ്പോൾ ഈ മാറ്റം ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.